നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ ഇതിന് സമയമുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല നമ്മളെ ബാധിക്കുന്ന പ്രധാന കാര്യം, സർക്കാരിൻ്റെ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ശേഷം ഉണ്ടാകും. 7 പരം പ്രധാന കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ പരിശോധനാ വിധേയമാക്കും. നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം അത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ആധുനിക രീതിയിൽ ഫ്ലോറിങ്, അതോടൊപ്പം തന്നെ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വീടുകളാണോ എന്നുള്ള കാര്യം, വീട്ടിൽ AC ഉണ്ടോ, വീട്ടിൽ വാഹനങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കും. വാഹനം നമ്മളുടെ മക്കൾക്കാണ് എങ്കിൽ പോലും, പെൻഷൻ ഗുണഭോക്താവിൻ്റെ മക്കൾക്കാണ് എങ്കിൽ പോലും നമ്മളുടെ പെൻഷൻ തടസ്സപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 2 ഏക്കറിന് മുകളിൽ വസ്തു ഉള്ളവർ, അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ, മറ്റേതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് എങ്കിൽ, അതായത് കുടുംബ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ വാങ്ങുന്നവരൊക്കെ അനർഹർ തന്നെയാണ്. ഇനി ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരും, വാർഷിക വരുമാനം, കുടുംബ വാർഷിക വരുമാനമൊക്കെ 1 ലക്ഷത്തിന് മുകളിലുള്ളവരും, ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാകും. വിവിധ മേഖലകളിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നായിരിക്കും പരിശോധനകൾ നടത്തുക. ഇങ്ങനെ അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് പുറത്താക്കുന്നതിനുള്ള ക്രമീകരണം സർക്കാർ സ്വീകരിക്കുകയും, അതുമാത്രമല്ല ഒരുപക്ഷെ നമ്മൾ വാങ്ങുന്ന തുക അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയായ ശേഷം വിവിധ മേഖലകളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പേരിൽ 2025 സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ അനർഹരായിട്ടുള്ളവർക്ക് സ്വമേധയാ മാറുന്നതിനുള്ള അവസരമുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഇളവുകളോടെ പുറത്താകുന്നതിനുള്ള അവസരം ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നതുമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗൃഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയാണ്. സർക്കാർ സബ്സിഡി ഇതിൽ ലഭിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. ഗൃഹശ്രീ പാർപ്പിട പദ്ധതി സ്വന്തമായിട്ട് ചെറിയ വസ്തുവകളൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇടത്തരം വരുമാനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന പദ്ധതിയാണിത്. ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം. സ്പോൺസർ ഗുണഭോക്തൃ വിഹിതം അങ്ങനെയുള്ള രീതികളിലൊക്കെ ഇത് കണക്കാക്കിയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. സ്പോൺസർ 1 ലക്ഷം രൂപയോളം ഗുണഭോക്താവിന് വേണ്ടി മുടക്കേണ്ടതുണ്ട്. ഗുണഭോക്താവിൻ്റെ വിഹിതമായിട്ടും 1 ലക്ഷം രൂപ കരുതേണ്ടതുണ്ട്. അതിനുശേഷം ബാക്കി 3 ലക്ഷം രൂപ സർക്കാരിൻ്റെ സബ്സിഡിയായിട്ടും നൽകുന്നതായിരിക്കും. ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡിൽ പേരുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണിത്. സൗജന്യ ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങളിലുമെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ നമ്മളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണനയും ലഭിക്കുന്നുണ്ട്. സൗജന്യ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രമേഹ രോഗനിർണ്ണയം, അതിൻ്റെ അളവുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.